ശബരിമലയിൽ നിന്ന് നടുക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ്. അനിയന്ത്രിത തിരക്കിന്റെ സാഹചര്യത്തിൽ ശബരിമല ദർശനം കിട്ടാതെ തീർത്ഥാടകർ പന്തളത്ത് നിന്നും മടങ്ങുന്നു. മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും ദർശനം ലഭിക്കാതായതോടെ പന്തളത്തെ ക്ഷേത്രത്തിൽ തേങ്ങ ഉടച്ച് നെയ്യാഭിഷേകം നടത്തി തീർത്ഥാടകർ മാല ഊരി മടങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. കൂടാതെ കോഴിക്കോട് കൊയിലാണ്ടി ചെങ്ങാട്ടുകാവ് എടക്കുളം വസന്തപുരം ക്ഷേത്രത്തിന് സമീപം 60 വയസ്സുകാരി സതിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. മല കയറുന്നതിനിടെ അപ്പാച്ചിമേട്ടിൽ വെച്ച് സതി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഭർത്താവിനും ബന്ധുക്കൾക്കുമൊപ്പമായിരുന്നു ദർശനത്തിനെത്തിയത്. ശബരിമലയിൽ ചൊവ്വാഴ്ച കനത്ത ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷമാണ് ഭക്തർക്ക് ദർശനത്തിന് അവസരം ലഭിച്ചിരിക്കുന്നത്. പമ്പയിൽ നിന്ന് 6-7 മണിക്കൂറെടുത്താണ് ഭക്തർ നടപ്പന്തലിന് മുകളിലെത്തുന്നത്. കനത്ത തിരക്കിനിടെ കുടിവെള്ളം പോലും ലഭിക്കാതെ നിരവധി ഭക്തർ കുഴഞ്ഞു വീണതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. സന്നിധാനത്ത് ദർശനം ലഭിക്കാതെ തീർത്ഥാടകർ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി നെയ്യഭിഷേകം നടത്തിയതിന് പിന്നാലെ മാല ഊരി നാട്ടിലേക്ക് മടങ്ങുകയാണ്. വൃശ്ചിക മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടതിനാൽ ശബരിമലയിൽ ദർശനത്തിനെത്തിയ ഇതര സംസ്ഥാന അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനം പൂർത്തിയാക്കാതെ പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സന്ദർശിച്ച അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും ദർശിച്ചതിന് പിന്നാലെ നെയ്യഭിഷേകം നടത്തുകയും മാല ഊരി നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ശബരിമലയിലെ തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തം മൂലമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കുമെന്നും നിലവിലെ സ്ഥിതി ഭയാനകമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പമ്പയിലേക്കുള്ള അയ്യപ്പ